വസ്ത്ര വ്യാപാര രംഗത്ത് മാറ്റത്തിന്റെ സൂര്യോദയം. മുറാദ് വെഡിംഗ് സെന്റർ, കുറ്റിപ്പുറം റോഡ്, കാരത്തൂർ. നമസ്കാരം, വെട്ടം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് കോഡൂർ പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങളും പ്രവർത്തനങ്ങളും ഉയർത്തിക്കാട്ടി പഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. ഭരണസമിതിയുടെ 5 വർഷ കാലയളവിൽ പഞ്ചായത്തിന്റെ സമഗ്ര മേഖലകളിലും ലഭ്യമായ ഫണ്ടുകൾ ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞതായി ഉദ്ഘാടന പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ പറഞ്ഞു. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. മാലിന്യ സംസ്കരണത്തിനായി പഞ്ചായത്തിൽ 3000 സ്ക്വയർ ഫീറ്റിലുള്ള MCF-ഉം 5 മിനി MCF-കളും സ്ഥാപിച്ചു. 23 ഹരിത കർമ്മസേന അംഗങ്ങളുടെ പ്രവർത്തന ഫലമായി 1426 ടൺ അജൈവ മാലിന്യങ്ങൾ ഓരോ വർഷവും പഞ്ചായത്തിൽ നിന്നും ശേഖരിച്ച് സംസ്കരണത്തിനായി കയറ്റി അയക്കുന്നത്. ഇതോടൊപ്പം പഞ്ചായത്തിന് കീഴിൽ കണ്ടെത്തിയ 54 അതിദരിദ്ര കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകി പഞ്ചായത്തിനെ അതിദരിദ്രരില്ലാത്ത ഇടമാക്കി മാറ്റി. പാർശ്വവൽക്കരിക്കപ്പെട്ട വിധവകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിന് JRC-യുടെ നേതൃത്വത്തിൽ ഉണരാം ഉയർത്താം എന്ന നൂതന പ്രൊജക്ട് ജില്ലാ കളക്ടറുടെ അനുമതിയോടെ നടപ്പാക്കുകയും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കായി ഡോക്യുമെന്ററി ചിത്രീകരണവും പ്രദർശനവും നടത്തിവരികയാണ്. പഞ്ചായത്തിൽ സാന്ത്വന പരിചരണം ആവശ്യമുള്ള 250ഓളം രോഗികൾക്ക് 5 വർഷത്തിനുള്ളിൽ 30 ലക്ഷം രൂപയുടെ മരുന്നുകളും സേവനങ്ങളും ലഭ്യമാക്കി. പഞ്ചായത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി 10.38 കോടി രൂപ ചെലവഴിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റെ വികസനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റോഡും അല്ലെങ്കിൽ തോടും വെള്ളവും വെളിച്ചവും ഒക്കെയാണെങ്കിൽ കൂടി ഗ്രാമപഞ്ചായത്ത് സംബന്ധിച്ച് പ്രാദേശിക തലത്തിൽ പുതിയ ആശയങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ പുതിയ തലമുറകളിൽ നിന്ന് പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് ചർച്ച ചെയ്തുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മിഷൻ 500 എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ ഒരുപക്ഷെ കോഡൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് നമ്മൾ +2 കഴിഞ്ഞ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് വിധേയമാക്കുന്ന തരത്തിലേക്കുള്ള പരിശീലന പരിപാടികൾ നൽകി അതിന് ഏകദേശം 200 പേർ കുട്ടികളെ നമ്മളതിൽ തയ്യാറാക്കി കൊടുത്തു എന്നുള്ളത്. ഇതൊക്കെ പുതിയതായിട്ടുള്ള ഒരു വഴിയൊരുക്കലാണ് എന്നുള്ളതാണ്. പഞ്ചായത്തിന്റെ സമഗ്ര വികസനങ്ങൾ അടങ്ങിയ വികസനരേഖ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ആസിയ കുന്നത്ത്, ഫാത്തിമ വട്ടോളി, അംഗങ്ങളായ ഷാനവാസ്, ആസിഫ് മുട്ടിയാറക്കൽ, കടമ്പോട്ട് മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി രാകേഷ് മോഹൻ പരിപാടിയുടെ വിശദീകരണം നിർവഹിച്ചു. JD ജൂനിയർ സൂപ്രണ്ട് ഹേന റിപ്പോർട്ട് ക്രോഡീകരണം നടത്തി. അസിസ്റ്റന്റ് സെക്രട്ടറി B ബിന്ദു നന്ദിയും പറഞ്ഞു. വെട്ട ന്യൂസ്, മലപ്പുറം.